കുഞ്ഞിനെ കടലിൽ ഉപേക്ഷിച്ച് പോകാൻ വന്നൊരു സ്ത്രീ. ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് ആ ഒരു ക്യാപ്ഷനെ കൊടുക്കാൻ തോന്നുള്ളൂ. തീർച്ചയായും ആ ഒരു സ്ത്രീയുടെ മട്ടും ഭാവം ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി മനഃപൂർവ്വം അവർ കരുതിക്കൂട്ടി വന്നത് തന്നെയാണ് അല്ലേ. അങ്ങനെയാണ് ആ ഒരു സ്ത്രീയുടെ മട്ടും ഭാവം ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നുള്ളൂ. നമ്മളെല്ലാവരും കുട്ടികളെ കൊണ്ടിട്ടൊക്കെ ബീച്ചിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും ആ വെള്ളത്തിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ കാല് നനയ്ക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് അല്ലേ. നമ്മൾ അവരുടെ കൂടെ പോകും, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല. നമ്മളിപ്പോൾ കൊണ്ടുപോയാൽ തന്നെ കളിക്കല്ല മോൾ അങ്ങോട്ട് പോലെ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു സ്ത്രീ ചെയ്യുന്നുണ്ട്. ആ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും യാതൊരുവിധ കൂസലും ഇല്ലാതെ ആ സ്ത്രീ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ കുട്ടി ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവർ കൂടെ വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. അവരൊറ്റക്കാണ് വന്നിക്കണമെന്നാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ആ ഒരു സ്ത്രീ ആ കുഞ്ഞിന് നേരെ കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ആ ഒരു സ്ത്രീ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ കുഞ്ഞ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഒന്നും നോക്കുന്നില്ല. ആ കുഞ്ഞ് എത്രയോ പ്രാവശ്യം ആ തിരമാലകളിലൊക്കെ പെട്ടു പോകുന്നുണ്ട്. എന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു സ്ത്രീ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്ന് ആ കുഞ്ഞിനൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ആ സ്ത്രീ ആ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് വീണ്ടും കുറേ ദൂരങ്ങളിലേക്ക് നടന്ന് പോവുകയാണ്. എന്നിട്ട് ആ ഒരു കുട്ടി അവിടെ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഒന്നും അറിയുന്നില്ല. എൻ്റെ അമ്മ തന്നെ ഉപേക്ഷിക്കാൻ വന്നതാണ്, ഒന്നും അറിയാതെ ആ കുട്ടി ആ ഒരു വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷം, ആ കുട്ടിയുടെ സന്തോഷം ആ വെള്ളത്തിൽ കളിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു അമ്മ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ദൂരങ്ങളിലേക്കാണ് ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോയത് നോക്ക്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന ആൾ, പല ആളുകളും പറഞ്ഞിട്ടാണ് അയാൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അല്ല, ആ വീഡിയോ എടുക്കുന്ന ആൾ ഇനി ഇങ്ങനെ നോക്കിയെന്നാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് അവരോട് പോയിട്ട് പറയുകയാണ്. പറഞ്ഞിട്ട് പോലും അവർക്കൊരു കൂസലില്ല അല്ലേ. ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മൾ പറയും സോറി ശ്രദ്ധിച്ചില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടിയെ എടുക്കാനാണ് ശ്രമിക്കുക. എന്നിട്ട് പോലും ആ സ്ത്രീ അവർ പറഞ്ഞതുപോലും മൈൻഡ് വെക്കാതെ ആ സ്ത്രീ ഇങ്ങനെ പതുക്കെ വീണ്ടും നടന്നു പോയിട്ട് കുട്ടിയെ പോയി വിളിക്കുകയാണ്. അല്ലാതെ ഒരു വേവലാതി ഒന്നും അവരുടെ ഒരു മുഖത്തില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഉണ്ടാൽ തന്നെ നമുക്ക് തീർച്ചയായും മനസ്സിലാവും ആ ഒരു സ്ത്രീ അവിടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അല്ലെങ്കിൽ ആ ഒരു കടലിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഒരു കയ്യബദ്ധം എന്ന നിലയിൽ ആ ഒരു ഇത് വരുത്തി തീർക്കാം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ആ ഒരു സ്ത്രീയുടെ മനസ്സിലെന്ന് ആ ഒരു വീഡിയോ കണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും ആ ഒരു വീഡിയോ കണ്ട ഒരാൾ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്തവർ പരമാവധി ഈ ഒരു കാര്യം സ്റ്റേഷനിൽ അറിയിക്കാൻ വേണ്ടി നോക്കണമായിരുന്നു. കാരണം ഇപ്പോൾ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ആ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ നാളെ ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ, അവരൊറ്റക്കാവുന്നൊരവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു കുഞ്ഞിപ്പോൾ ഇന്ന് ജീവനോടെ ഉണ്ടോ ഇല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്ത്രീയുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കുമ്പോൾ നാളെ ആ കുട്ടി ഒറ്റയ്ക്ക് കിട്ടുന്ന ടൈമിൽ എന്തും ചെയ്യാൻ മടിക്കില്ല ഒരു സ്ത്രീ. ഇങ്ങനത്തെ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആ ഒരു കുഞ്ഞിനെ തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആണെന്നെങ്കിൽ അതെങ്ങനെയാണെങ്കിലും ചെയ്യും. ഈ ഒരു കാര്യം എന്തായാലും പോലീസിൽ അറിയിക്കണമായിരുന്നു, ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മളൊരു കഥ കേട്ടതാണ്, താനൂരിലെ ആ ഒരു കുട്ടിയുടെ സംഭവം. ജനിച്ച കുട്ടിയെ സ്വന്തം ഉമ്മ തന്നെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു കഥ അല്ലേ, നമ്മൾ അറിഞ്ഞതാണ്. ആ ഒരു ഓട്ടോക്കാരനാണ് ആ ഒരു കേസ് പുറലോകം അറിഞ്ഞത്. അതും അദ്ദേഹം അന്ന് പറയാതെ പിറ്റേ ദിവസത്തേക്ക് വെച്ച കാരണം ആ കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടത്. അന്നൊരു ദിവസം തന്നെ അത് നമ്മൾ മറ്റാരെങ്കിലും കൂടെ പറഞ്ഞെടുത്താവണമെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയാണ്. പക്ഷെ നമുക്കും അറിയില്ലല്ലോ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പരമാവധി അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നാളെ ആ ഒരു കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് നേരെ എന്തായാലും കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലേ. ഇങ്ങനെയുള്ള സ്ത്രീകൾ ശരിക്കും വെറുതെ വിടരുത്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ എത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് വരെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സുള്ള ആളുകൾ നാളെ തീർച്ചയായും ഒരു കുഞ്ഞ് ഒറ്റയ്ക്കാവുന്ന ടൈമിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവമുള്ള ആളുകളായിരിക്കും.